ഇന്നിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറി. ഇന്നിപ്പോൾ വെക്കുന്നത് ചക്കക്കറിയാണ്. അപ്പോൾ ചക്ക വറുത്തരച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കുറേ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ചിട്ട് നമ്മുടെ ചക്കക്കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ 2 തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കറി ഏകദേശം റെഡിയാവും. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കടുകും കായ്മുളകും ചേർത്തിട്ടൊന്ന് താളിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. പച്ചക്കറി ആയതിനു ശേഷം ഞാനത് പാത്രത്തിലേക്ക് മാറ്റാണ്. കുക്കർ ഒഴിച്ചിട്ട് അപ്പം തന്നെ ആ കുക്കർ അങ്ങ് കഴുകി വെച്ചാൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് പാത്രങ്ങൾ കുറവായിരിക്കും. ഇന്നത്തെ മീൻ അയലയാണ്. അപ്പോൾ അയല മുളകിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മുളകിടാൻ ഞങ്ങളിവിടെ ചെയ്യുന്നത് എല്ലാ ഉള്ളികളും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇത്തിരി അരച്ച തേങ്ങ ചേർക്കും. അതവിടെ നാവുന്ന സമയം കൊണ്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്രാവശ്യം പുട്ടിൻ്റെ പാനി മോശമായപ്പോൾ ഞാൻ പുതിയ വാങ്ങിച്ചത് ഇങ്ങനെ കുക്കറിൽ വെക്കുന്ന ടൈപ്പാണ്. ഇങ്ങനെ കുക്കറിൽ നമ്മുടെ പുട്ടിൻ്റെ പാനി വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അതിൽ 2 പഴങ്ങിടും. അപ്പോൾ അതും കൂടി അതിലേക്ക് അങ്ങ് ബോയിലായി കിട്ടും. പുട്ടൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് സെറ്റാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ മീൻ പൊരിക്കാനുണ്ട്. ഇത് നമ്മൾ നങ്ക് എന്ന് പറയും, നമ്മുടെ മാന്തലിൻ്റെ ചെറുത്. അപ്പോൾ നമ്മളിവിടെ വടകര നാട്ടിൽ നങ്ക് എന്നാണ് ഇത് പറയുക. അപ്പോൾ ഇത് സാധാരണ മഞ്ഞളും മുളകും ഉപ്പും ഇത്തിരി പുളിവെള്ളവും ആക്കിയിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും മീൻ മുളകിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അത് ഇറക്കി വെക്കുകയാണ്. പിന്നെ ഇതാ ചോറും വാർത്ത് വെക്കുകയാണ്. ഇന്ന് ഉപ്പേരിക്കായിട്ട് പയറ് മുളപ്പിച്ചതാണ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. ഇന്നിപ്പോൾ ഈ മീൻ പൊരിച്ചത് ഒരു ഭാഗം മാത്രമാണ് സെറ്റാക്കി വെക്കുന്നുള്ളൂ. മറ്റേ ഭാഗം കഴിക്കാൻ നോക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് മറ്റേ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഒക്കെ പൊരിച്ച് വെച്ചിട്ടാണ് ഞാൻ പോവുക. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകി വെക്കാനുണ്ട്. നമ്മൾ അതിനിടയിൽ ഇങ്ങനെ കഴുകുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കുറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ലാസ്റ്റ് നമുക്ക് കുറേ പാത്രങ്ങളുണ്ടാവും. എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ പിന്നെയും ഉണ്ടാവും. അപ്പം അതിനിടയിൽ കഴുകുമ്പോൾ കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് സ്റ്റാൻഡും ഗ്യാസും ഒക്കെ തുടച്ച് അടുക്കളയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇന്നിപ്പോൾ മറ്റേ ഭാഗങ്ങളൊന്നും തുടക്കുന്നില്ലേ, അടുക്കള മാത്രമാണ് തുടക്കുന്നത്. ഡെയിലി അടുക്കള എനിക്ക് നനയും. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തിട്ടില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി അടുക്കള തുടക്കും. മറ്റേത് 2 ദിവസം കൂടുമ്പോഴാണ് ഫുള്ള് തുടക്കുക. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റതുകൊണ്ട് നമ്മുടെ കിച്ചണിലെ പരിപാടി മുഴുവൻ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഒരു ചായ എടുത്തിട്ട് ഈ ഒരു വരാന്തയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഗൺവില്ല പൂത്ത് വരുന്നുണ്ട്. ഈ ഒരു സീസണിൽ മഴ വരാതിരുന്നാൽ നല്ല പൂക്കൾ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ട് തീരെ പൂക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ അലക്കും ആറിയിടലും ഒക്കെ കഴിഞ്ഞ് എനിക്ക് കുറേ ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് വെയിലൊക്കെ താണതിന് ശേഷം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ചെടികളുടെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അതുവരേക്കും ബൈ ഫ്രം അപർണ.